നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ്-19 പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രാജ്യത്ത് നിർത്തിവെച്ചിരുന്ന അന്താരാഷ്ട്ര വിമാന സർവീസുകൾ മാർച്ച് 27, അതായത് കഴിഞ്ഞ ദിവസം മുതലാണ് പൂർണ്ണതോതിൽ പുനരാരംഭിച്ചത്. 2 വർഷത്തിന് ശേഷമാണ് രാജ്യത്തെ വിമാന സർവീസുകൾ പഴയ രീതിയിലേക്ക് എത്തിയത്. അന്താരാഷ്ട്ര വിമാനങ്ങൾക്കുള്ള കോവിഡ് നിയന്ത്രണങ്ങൾ പൂർണ്ണമായി ഇല്ലാതായി വിമാന സർവീസുകൾ സാധാരണ നിലയിൽ പുനരാരംഭിച്ചിരിക്കുകയാണ്. പ്രവാസികൾ കാത്തിരുന്ന വാർത്തയായിരുന്നു ഇത്. വിമാന സർവീസുകൾ പുനരാരംഭിച്ചെങ്കിലും ഏപ്രിലിൽ മാത്രമേ വ്യോമഗതാഗതം പൂർണ്ണതോതിലാകൂ എന്നാണ് വിലയിരുത്തൽ. വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ, അതായത് DGCA സമ്മർ ഷെഡ്യൂൾ പ്രകാരം 40 രാജ്യങ്ങളിൽ നിന്നുള്ള 60 വിമാന കമ്പനികൾക്ക് സർവീസ് നടത്താൻ അനുവാദം നൽകിയിട്ടുണ്ട്. ഒക്ടോബർ 29 വരെയാണ് സമ്മർ ഷെഡ്യൂൾ. ഓരോ ആഴ്ചയിലും 6 ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് ഇന്ത്യയിൽ നിന്ന് 1466 രാജ്യാന്തര യാത്രകൾക്കാണ് അനുമതി നൽകിയിരിക്കുന്നത്. ഇവ 27 രാജ്യങ്ങളിലായി 49 വിമാനത്താവളങ്ങളിലേക്ക് സർവീസ് നടത്തും. നിർത്തിവച്ചിരിക്കുന്ന 150 രാജ്യാന്തര വിമാന സർവീസുകൾ ഘട്ടം ഘട്ടമായി ഏപ്രിലിൽ പുനരാരംഭിക്കുമെന്ന് ഇൻഡിഗോ അറിയിച്ചു. തായ്ലൻഡിലേക്കുള്ള സർവീസ് ഇന്നലെ ഇൻഡിഗോ പുനരാരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിലേക്കുള്ള എല്ലാ സർവീസുകളും ഏപ്രിൽ 1 പുനരാരംഭിക്കുമെന്ന് എമിറേറ്റ്സും അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ വിമാനത്താവളമായ ഡൽഹി എയർപോർട്ടിലെ രാജ്യാന്തര സർവീസുകൾ 165 നിന്ന് 300 ആക്കുമെന്നാണ് വിലയിരുത്തൽ. ഏപ്രിൽ ആദ്യ ആഴ്ചയോടെ രാജ്യാന്തര യാത്രകളിൽ 66% വർധനവാണ് പ്രതീക്ഷിക്കുന്നത്. കോവിഡ് കേസുകൾ ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിലാണ് ഇപ്പോൾ വിമാന സർവീസിനായി ഏർപ്പെടുത്തിയ എല്ലാ നിയന്ത്രണങ്ങളും ഒഴിവാക്കിയിരിക്കുന്നത്. കൂടാതെ ഭൂരിഭാഗം പേരും കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചതുമാണ്. രാജ്യാന്തര വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീക്കാൻ വ്യോമയാന മന്ത്രാലയത്തെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. വേനൽക്കാല ഷെഡ്യൂളുകൾ മുതൽ സർവീസുകൾ പുനരാരംഭിക്കാനാണ് തീരുമാനമെന്ന് മന്ത്രാലയം നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. സർവീസുകൾ പുനരാരംഭിക്കുമെങ്കിലും അന്താരാഷ്ട്ര യാത്രകൾക്കായി ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ച മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിനോദസഞ്ചാരികൾക്കുള്ള യാത്രാ അനുമതിക്കും ഇനി മുതൽ തടസ്സമുണ്ടാകില്ല. വിദേശ വിനോദസഞ്ചാരികൾക്ക് വിസ അനുവദിക്കുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് 2020 മാർച്ച് മാസത്തിലാണ് വിമാന സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. പിന്നീട് നിയന്ത്രണങ്ങളോടെയായിരുന്നു കഴിഞ്ഞ 2 വർഷക്കാലം വിമാന സർവീസുകൾ നടത്തി വന്നിരുന്നത്. കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിന്നിരുന്നതിനാൽ വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ എയർ ബബിൾ സംവിധാനത്തിലുള്ള പ്രത്യേക സർവീസുകൾ മാത്രമായിരുന്നു രാജ്യത്ത് ഉണ്ടായിരുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.